എസ്.കെ. സജീഷ്, അപ്പോൾ രാഹുൽ മാങ്കുടത്തിലിനെ പുറത്താക്കുമ്പോൾ വീണ്ടും പടുകിത്തേഞ്ഞ അതേ ആയുധങ്ങളാണ് രോഹിത് ആവർത്തിക്കുന്നത്. അതിൽ എസ്.കെ. സജീഷിന് മറുപടി പറയാൻ സാധിക്കില്ല എന്ന് രോഹിത് വെല്ലുവിളിച്ചതുകൊണ്ട് ഞാൻ ആ ചോദ്യം താങ്കളിലേക്ക് ഒന്ന് കൈമാറുന്നു. അല്ല, ഒരു കാര്യം, രോഹിത്തോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ ആരോ മറ്റെന്തെങ്കിലും കാര്യം വെച്ച് സമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിലപ്പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരിപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ അവരുടെ MLA-മാരായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ തന്നെ വിൽസൻ്റെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ, വിൽസൻ്റെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ, ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. എന്താ അവരുടെ സമീപനം? ജയിലിൽ കിടന്ന ഒരാളാണല്ലോ വിൽസൻ്റെ MLA. അദ്ദേഹത്തോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? എൽദോസ് കുന്നപ്പള്ളിയോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? പെട്ടെന്നുണ്ടായ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ അധിക കാലപ്പഴക്കമില്ലാത്ത സംഭവങ്ങളാണല്ലോ ഈ കാര്യങ്ങളെല്ലാം. ഇരകൾ നേരിട്ട് വന്ന കാര്യങ്ങളുമാണല്ലോ. ആ കാര്യത്തിൽ എന്തായിരുന്നു സമീപനം? ആ കാര്യത്തിൽ സ്വീകരിച്ച അതേ സമീപനം തന്നെ ഈ കാര്യത്തിലും കുറച്ചുകൂടി വിപുലമായി സ്വീകരിക്കാനാണ് അവർ ശ്രമിച്ചത്. അതിനുവേണ്ടി മുകേഷിൻ്റെ കാര്യം പറയുകയാണ്. മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നമ്മൾ കാണേണ്ടത് 2010-11 കാലഘട്ടത്തിൽ ആ ഘട്ടത്തിൽ മുകേഷ് MLA അല്ല, രാഷ്ട്രീയ രംഗത്തില്ല, ഒന്നുമില്ല. ആ ഘട്ടത്തിൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് താൻ ഇടപെടുകയും അതിൻ്റെ ഭാഗമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവർ പറയുകയും ചെയ്തു. അത് ഒരാൾക്കെതിരെയല്ല, 7ഓളം പേർക്കെതിരെ, നടന്മാർക്കെതിരായിട്ടുള്ള അത്തരം ആരോപണം വന്നു. ഇതിലെല്ലാവർക്കും തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, നമ്മളതിൽ കാണേണ്ടത് ഏതാണ്ട് ഒരു 2010-11 എന്ന് പറയുമ്പോൾ ഒരു പതിറ്റാണ്ട് മുമ്പേ നടന്നു എന്ന് പറയുന്ന സംഭവമാണ്. ഒരു പതിറ്റാണ്ട് മുമ്പേ, ഒരു 10 വർഷങ്ങൾക്കൊക്കെ അപ്പുറമുള്ള സംഭവമാണ് അന്ന് വരുന്നത്. അതിൽ കോടതി ഉൾപ്പെടെ ജാമ്യം തരുന്ന സാഹചര്യം ഉൾപ്പെടെ വന്നു. മാത്രവുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയുമായിരുന്നു. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി, ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തു എന്നതുൾപ്പെടെയുള്ള കേസിൽ അവരുടെ പേരിൽ FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അതിനകത്ത് ഈ മുകേഷുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി പോലീസ് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഇവിടെ യാതൊരു തർക്കവും വരുന്നില്ല. ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിച്ച കാര്യത്തിൽ, ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ജാമ്യം എല്ലാവർക്കും ലഭിച്ചതാണ്. അതൊരു പതിറ്റാണ്ട് മുമ്പേയുള്ള കാര്യമാണ്. MLA ആകുന്ന ഘട്ടത്തിലല്ല, MLA എന്ന പദം ദുരുപയോഗം ചെയ്തിട്ടല്ല, രാഷ്ട്രീയ പദവികൾ ദുരുപയോഗം ചെയ്തിട്ടല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നിലുണ്ട്. അത് എങ്ങനെയാണ് ആ കേസ് പോയത് എന്നും അതിൻ്റെ ഒടുവിലത്തെ സ്ഥിതി എന്താണ് എന്നും അവർ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നവർ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയ സംസാരത്തിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കെല്ലാം ബോധ്യമാണ്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഏറ്റവും ക്രിമിനൽ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ഒരു മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാവുമെന്ന് എനിക്കറിയില്ല. ആ നിലയിൽ പ്രവർത്തിച്ച ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങളാണോ ഉപയോഗിക്കേണ്ടത്? അങ്ങനെയാണ് കോൺഗ്രസ് എങ്കിൽ നിങ്ങൾ ആദ്യം നിലപാട് സ്വീകരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും അതുപോലെ തന്നെ വിൻസെൻറ്റും എല്ലാം എതിരായിട്ടായിരുന്നല്ലോ. അവിടെ നിങ്ങളാരെയും കണ്ടിട്ടില്ലല്ലോ. ഈ പറഞ്ഞ ധാർമ്മികത ഇന്നലെ പൊട്ടിമുളച്ചതാണ്. അപ്പോൾ ധാർമ്മികത പൊട്ടിമുളച്ചതല്ല പ്രശ്നം. അവസാനം വരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് മുൻകൂർ ജാമ്യം തള്ളുന്നത് വരെ ശ്രമിച്ചു. എല്ലാ രീതിയിലും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇത്തരം ഒരാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കരുത് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച MA ഷഹനാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷാഫി പറമ്പിലിനോട് പറഞ്ഞു. അവർ പരാതിപ്പെട്ടു. അവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് പലതായ വിഷയങ്ങളിൽ. അവരെ ഇപ്പോൾ പറഞ്ഞ് ക്രിമിനൽ സ്വഭാവമുള്ളതല്ല എന്നാണ്. ഒരു സ്ത്രീയോട് പല രീതിയിലും പെരുമാറുന്നത്, അവരെ റൂമിലേക്ക് വിളിക്കുന്നതും മറ്റു രീതിയിൽ എന്തെല്ലാം രീതിയിൽ പെരുമാറുന്ന ക്രിമിനൽ സ്വഭാവമുണ്ട്. ഈ ക്രിമിനൽ സ്വഭാവമൊന്നും ഇവർക്ക് മനസ്സിലായില്ലേ? ആ ക്രിമിനൽ സ്വഭാവമുള്ള പരാതികൾ തന്നെയാണ് ഉന്നയിക്കപ്പെട്ടത്. മനോരമ ഇവർക്ക് വേണ്ടി ശബ്ദിക്കുന്നൊരു മാധ്യമമാണല്ലോ. അതിൻ്റെ വീക്ക് എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഒരു MP-യുടെ മകൾ AICC-ക്ക് പരാതി കൊടുത്തു. തന്നെ ശാരീരികമായി ഈ തരത്തിലെല്ലാം ഉപദ്രവിച്ചു എന്നുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. വീക്ക് എന്ന് പറയുന്ന മനോരമയുടെ പ്രസിദ്ധീകരണമാണല്ലോ അത് പ്രസിദ്ധപ്പെടുത്തിയത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? AICC-ക്ക് എത്ര പരാതി വന്നിട്ടുണ്ട്? ഇതൊന്നും ക്രിമിനൽ സ്വഭാവമുള്ള പരാതിയല്ലേ? ഈ ഇര തന്നെ പരാതി 28/11 പരാതി കൊടുത്തല്ലേ കോൺഗ്രസ് നേതൃത്വത്തിന്? ആ പരാതി കിട്ടിയിട്ടില്ല എന്നല്ലേ ഇതുവരെ പറഞ്ഞത്? ഇപ്പോഴല്ലേ പരാതി കിട്ടിയെന്ന് മാധ്യമങ്ങൾ വന്നപ്പോഴല്ലേ സമ്മതിക്കുന്നത്? നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? പരാതി കിട്ടിയിട്ട്, രണ്ടാമത്തെ ഇരയുടെ പരാതി കിട്ടിയിട്ടും എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ ഈ പരാതി മാധ്യമങ്ങൾക്ക് കൂടി ഞാൻ അറിയിക്കുന്നു എന്ന് വന്നപ്പോൾ അത് പുറത്തു പറയാതിരിക്കാൻ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രമല്ലേ അത് പോലീസിന് കൈമാറിയത്? അല്ലെങ്കിൽ കൈമാറുമായിരുന്നു. ഇപ്പോഴും ഒരു ഡസനിലേറെ പരാതി KPCC-യുടെയും AICC-യുടെയും മുന്നിൽ നിൽക്കുകയാണല്ലോ. ആ പരാതികളെക്കുറിച്ച് പറയാൻ നിങ്ങൾ പുറത്താക്കിയ ആളല്ലേ? ആ പുറത്താക്കിയ ആൾക്കെതിരായി ഞങ്ങൾക്ക് ഇത്ര പരാതി ലഭിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വീക്കിലുൾപ്പെടെ മനോരമയിലുൾപ്പെടെ വന്ന ആ പരാതിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ?
ആ പരാതി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് ക്രിമിനൽ സ്വഭാവമുള്ള പരാതിയല്ലേ? ക്രിമിനൽ സ്വഭാവമുള്ള പരാതി തന്നെയാണല്ലോ ആ കിട്ടിയത്. ആ സമയത്ത് നിങ്ങൾ നിലപാട് സ്വീകരിച്ചോ? ആ സമയത്തൊന്നും നിലപാട് സ്വീകരിച്ചിട്ടില്ല, ഒരിക്കലും നിലപാട് സ്വീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, സ്വച്ഛന്ത സ്വൈര്യവിഹാരത്തിന് നിങ്ങൾ ഈ ചങ്ങാതിയെ നിങ്ങൾ വിട്ടില്ലേ? നിങ്ങൾ വിട്ടല്ലോ. നിങ്ങൾ വിട്ട എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിങ്ങൾ പുറത്താക്കിയ ഒരാൾ, സസ്പെൻഷനിലാക്കിയ ഒരാൾ ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയല്ല, നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇങ്ങനെ സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകരുത്, യോഗങ്ങളിൽ സംസാരിക്കരുത്, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കരുത്. 1 ഡസനിലേറെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കക്ഷിയുടെ പെട്ടി പിടിച്ച ആളുകളുടെയും വളയം പിടിച്ച ആളുകളിലും എല്ലാം സ്ഥാനാർത്ഥികളാണ്. ആ നിലയിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ലേ? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അധികാരം മുഴുവൻ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൈവെള്ളയിലിട്ട് അമ്മാനമാടിയിട്ടില്ലേ? ആ സമയത്തെല്ലാം ഇവരെ ഭയന്നിട്ടാണോ, അല്ലെങ്കിൽ ഇവരെ എതിർത്താൽ തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടാണോ? പറഞ്ഞവരെയെല്ലാം നിങ്ങൾ ഒതുക്കുകയല്ലേ? ഉമാ തോമസ് എന്ന് പറയുന്ന മാന്യമായ സമീപനം സ്വീകരിച്ച നിങ്ങളുടെ MLA-യോട് ഈ സൈബർ കൂട്ടം സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഈ കൂട്ടം അന്ന് അപകടത്തിൽപ്പെട്ടങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായി എന്ന് പറഞ്ഞിട്ടില്ലേ? KC വേണുഗോപാലിൻ്റെ ഭാര്യയ്ക്ക് പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്നിട്ടില്ലേ? അപ്പോൾ എന്താണ് നിലപാട് സ്വീകരിച്ചത്? AICC ജനറൽ സെക്രട്ടറി അല്ലേ, സംഘടനാ ചുമതലയുള്ള ആളല്ലേ? അപ്പോൾ നടപടി സ്വീകരിക്കണ്ടേ? നടപടി സ്വീകരിച്ചോ? ഒരിടത്തും നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു നടപടിയും സ്വീകരിക്കുന്ന നിലയിലേക്ക് പോയിട്ടില്ല എന്ന് നമ്മൾ കാണുകയല്ലേ? എത്ര പേർ കോൺഗ്രസിനകത്തുള്ള വനിതകൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൂട്ടത്തിൻ്റെ ഭാഗമായി നവമാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നില്ലേ? ആർക്കെങ്കിലും എതിരെ ഒരു നിലപാട് സ്വീകരിച്ചോ? ഒരു നിലപാടും സ്വീകരിക്കാതെ മറ്റേതെങ്കിലും സംഭവങ്ങളെ വെച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമീകരിച്ച് കളയാം എന്നാണോ കരുതുന്നത്? ഇത് മറ്റേതെങ്കിലും ഇപ്പോൾ 20 വർഷം ശിക്ഷിക്കപ്പെട്ടയാൾ എന്നാ പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കേസുകളാണ്. ഇതുപോലെയുള്ള കേസുകളല്ലല്ലോ അത്തരം കേസുകളെല്ലാം. അത്തരം കേസുകൾ നിങ്ങൾ ഓരോരുത്തരുടെയും പേരുണ്ടാവില്ലേ? പോലീസുമായിട്ടുള്ള ലാത്തിച്ചാർജ് അല്ലെങ്കിൽ മറ്റ് കേസ്, സമരങ്ങൾ, ഇതെല്ലാം ഉണ്ടാവില്ലേ? അത്തരം കേസുകൾ പോലെയാണോ ഈ കേസിനെ കാണുന്നത്? CPM-ന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന ആൾ ശിക്ഷിക്കപ്പെടുന്നത് ഇതുപോലെയുള്ളൊരു കേസിലാണോ? സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന കള്ളക്കേസുകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പോലീസുമായിട്ടുള്ള സമരങ്ങൾ, മറ്റു പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? ഇതുമായിട്ട് സമീകരിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാം വെച്ചാണ് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും ഇന്നും വന്ന് ന്യായീകരിക്കാൻ വേണ്ടിയാണോ ഈ ഉദാഹരണങ്ങൾ എടുത്തു വെക്കുന്നത്? ആ ഉദാഹരണങ്ങളൊന്നും ഇവിടെ ചേരില്ല സുഹൃത്തെ. ഇവിടെ ചേരാത്ത നിലയിൽ കേരളീയ സമൂഹം ഇതുവരെ കാണാത്ത നിലയിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും ഈ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി അല്ലേ മലപ്പുറത്ത് ഒരു സുജിത എന്ന് പറയുന്ന സ്ത്രീയെ ഇതുപോലെ കൊല ചെയ്തിട്ട് കോഴിക്കൂട്ടിൻ്റെ അടിയിൽ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടിട്ട് കേരളത്തിലെ പോലീസ് പ്രതികളെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാർച്ച് നടത്തിയില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക്? ആ മാർച്ചിൻ്റെ സ്വാഗതം പറയുന്ന ചുമതല ഇദ്ദേഹത്തിനായിരുന്നില്ലേ? എന്നിട്ടാണല്ലോ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ വന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും മറച്ചു വെക്കുന്നതും എല്ലാം വേറെയാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞങ്ങളെന്തോ മാന്യന്മാർ എന്ന് പറഞ്ഞു വന്നാൽ അതിനെയൊക്കെ കേരളം അംഗീകരിക്കും എന്ന് കരുതുന്നുണ്ടോ? നിങ്ങളുടെ സംഘടനയെ നിയന്ത്രിച്ച, രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച, കേരളത്തിലെല്ലാവരെയും അപമാനിച്ച, കേരളത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയായി നിങ്ങൾ മുന്നിൽ വെച്ച, കേരളീയ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരാൾ, ആ ആളെക്കുറിച്ചാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സമൂഹത്തിൽ രൂപപ്പെട്ടത്. അത് സമൂഹത്തിൻ്റെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. ആ തെളിവിൻ്റെ ഘട്ടത്തിൽ പോലും ഇതാ കോടതി അടച്ചിട്ട മുറിയിലായിരിക്കണമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കേരളം കേട്ട എല്ലാ വോയിസ് ക്ലിപ്പുകളും തൻ്റെതാണ് എന്ന് സമ്മതിക്കുമ്പോൾ അന്ന് പുറത്താക്കണ്ടേ? ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ പുറത്താക്കണം എന്ന് തോന്നിയില്ലേ? എന്തേ തോന്നാതിരുന്നത്? ഇപ്പോൾ ആണോ തോന്നിയത്? അപ്പം നിങ്ങൾ അവസാന നിമിഷം വരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങളുടേതായ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു. അതിന് നിങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണഘടനയെപ്പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാൽച്ചുവട്ടിൽ വെച്ചു. അതാണ് നിങ്ങളുടെ സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടി. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു കാലയളവ് ഉണ്ടാകണം. ആ കാലയളവിൽ 1 മാസത്തിലധികം തീർപ്പുണ്ടാവണം. തീർപ്പുണ്ടായിട്ടില്ലെങ്കിൽ എന്താണ് ആ സസ്പെൻഷൻ നിലനിൽക്കില്ല. ഇതെല്ലാം മുന്നിൽ നിൽക്കുകയാണ്. സ്ഥാനമാനങ്ങൾ ചോദിച്ച് തിരികെ വാങ്ങണം. ഇതെല്ലാം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭരണഘടന മുഴുവൻ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാൽച്ചുവട്ടിൽ വെച്ചു കൊടുത്തത് ആർക്ക് വേണ്ടിയാണ് എന്ന് പറയണ്ടേ കോൺഗ്രസ്?